ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം. അങ്ങനെ കിരണിന്റെ പിറന്നാള് ആ വൃദ്ധസദനത്തിൽ വെച്ച് ആഘോഷിക്കാൻ കല്യാണി തീരുമാനിക്കുകയാണ്. അങ്ങനെ അതിന് സമ്മതം മൂളുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ കിരൺ. അപ്പൊ കിരൺ പറയാണ്, എന്തായാലും നിന്റെ അമ്മൂമ്മയെ അങ്ങനെ കണ്ണുമടച്ച് വിശ്വസിക്കേണ്ട, അത് പ്രകാശന്റെ അമ്മയും അതുപോലെ തന്നെ വിക്രത്തിന്റെ അമ്മൂമ്മയുമാണ് നിങ്ങൾക്ക് ഇങ്ങനെ പറയുന്നുണ്ട്. അതേ സമയത്താണെങ്കിൽ നമ്മുടെ പ്രകാശനും വിക്രത്തിനും ഒരു റൂമൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അവിടെ ഇരുന്നിട്ട് പ്രകാശൻ വിക്രത്തിനെ കുറ്റപ്പെടുത്തുകയാണ്. നിന്റെ ഈ സ്വഭാവം കൊണ്ടാണ് നമ്മുടെ ജീവിതം ഇങ്ങനെയായി മാറിയതെന്ന് പറയുമ്പോൾ വിക്രം പറയുന്നുണ്ട്, എന്തോ എങ്ങനെ, അതെ നാട് മുഴുവനും സംബന്ധം കൂടുമ്പോൾ ആലോചിക്കണമായിരുന്നു ഇങ്ങനെയൊക്കെ വരുമെന്ന് പറഞ്ഞു, മിണ്ടാതെ അവിടെ ഇരുന്നോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കുറ്റപ്പെടുത്തുകയാണ് പ്രകാശനും വിക്രവും. അതേ സമയത്ത് സരയു ആണെങ്കിൽ ഈ പിറന്നാൾ ആഘോഷിക്കാൻ പോകുന്ന കാര്യമൊക്കെ അറിഞ്ഞിട്ട് പ്രകാശനോടൊക്കെ പറയുന്നുണ്ട്, എന്തായാലും ആ പിറന്നാൾ അവർ അടിപൊളിയായി ആഘോഷിക്കട്ടെ, അതിന്റെ പിറ്റേ ദിവസം തന്നെ കിരണിന്റെ ജീവൻ എടുക്കണമെന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ ഭാനുമതി അമ്മ ഈ ഒരു കാര്യം പറയുകയാണ്, വൃദ്ധസ്ഥാനത്തിൽ വെച്ചിട്ട് കിരണിന്റെ പിറന്നാൾ ആഘോഷിക്കാൻ പോകുന്ന കാര്യം. അപ്പൊ അവിടെ തന്തേവാസിയോടായിട്ട് പറയുകയാണ്, അതെ അവള് നല്ല മകളാണ്, നല്ലൊരു മോളാണ്, അതുകൊണ്ടാണ് ഇവിടെ വെച്ചിട്ട് എല്ലാവർക്കൊപ്പം കിരൺ മോന്റെ പിറന്നാൾ ആഘോഷിക്കാൻ തീരുമാനിച്ചത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കിരണിന്റെ പിറന്നാളിന് കല്യാണിയും കിരണും റെഡി ആയിട്ട് യാത്രയായി അവിടേക്ക് പോകാൻ നിൽക്കുന്ന ഒരു ഭാഗമൊക്കെയാണ് നാളത്തെ പ്രൊമോ ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.